ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്ട് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഏരിയ സ്റ്റേറ്റ്മെന്റ്. അതായത് ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഏരിയാസ് ആണ് വരുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾക്ക് 3 ടൈപ്പ് ഏരിയാസ് ആണ് ഉള്ളത്: ബിൽഡപ്പ് ഏരിയ, ഫ്ലോർ ഏരിയ, കവറേജ് ഏരിയ. മുൻപ് നമ്മൾ പ്ലിന്ത് ഏരിയ, കാർപ്പറ്റ് ഏരിയ തുടങ്ങിയ മറ്റ് ഏരിയാസിനെ കുറിച്ച് പറയുമായിരുന്നു. ആക്ച്വലി ഇപ്പം ബിൽഡപ്പ് ഏരിയ, ഫ്ലോർ ഏരിയ, കവറേജ് ഏരിയ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലിന്ത് ഏരിയ ഇപ്പം നമ്മൾ യൂസ് ചെയ്യാറില്ല. കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇന്റീരിയർ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഏരിയ എടുക്കുന്നതിന് നമ്മൾ കൊടുക്കാറുണ്ട്. ലീഗലി നമ്മൾക്ക് ഈ പ്രധാനപ്പെട്ട 3 ഏരിയാസ് മാത്രമാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് ബിൽഡപ്പ് ഏരിയ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റും ബിൽഡപ്പ് ഏരിയ തന്നെയാണ്. ബിൽഡപ്പ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ ഏരിയ കവേർഡ് ബൈ ദ ബിൽഡിംഗ് അറ്റ് ഓൾ ഫ്ലോർ ലെവൽസ് എന്ന് പറയും. അതായത് ഒരു ബിൽഡിങ്ങിന്റെ ടോട്ടൽ ഏരിയ എല്ലാ ഫ്ലോറുകളിലും കവർ ചെയ്യുന്ന ടോട്ടൽ ഏരിയ ആണ് ബിൽഡപ്പ് ഏരിയ എന്ന് പറയുന്നത്. ടോട്ടൽ ഏരിയ കവേർഡ് ബൈ ദ ബിൽഡിംഗ് അറ്റ് ഓൾ ഫ്ലോർസ്. മാക്സിമം പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ ആയിരിക്കും നമ്മൾ അതിന് കൺസിഡർ ചെയ്യുന്നത്. നമ്മളെ ബിൽഡിങ്ങിൽ ഏറ്റവും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് വോൾ ആണെങ്കിൽ വോളിന് എറൗണ്ട് ആയിട്ടുള്ള ഏരിയ ആണ് ബിൽഡപ്പ് ഏരിയ. ഏറ്റവും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് പ്ലിന്ത് ആണെങ്കിൽ, പ്ലിന്ത് ഉണ്ടെങ്കിൽ പ്ലിന്തിന് എറൗണ്ട് ആയിട്ടുള്ള ഏരിയ ആണ് ബിൽഡപ്പ് ഏരിയ. പ്ലിന്ത് ഏരിയ എന്ന് പറയത്തില്ല, ബിൽഡപ്പ് ഏരിയ എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും സൺഷെയ്ഡ് അതിൽ കണക്ക് കൂട്ടത്തില്ല. സൺഷെയ്ഡിന് എറൗണ്ട് ആയിട്ടുള്ള ഏരിയ അല്ല ബിൽഡപ്പ് ഏരിയ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ജസ്റ്റ് ഇതൊരു സാങ്ഷൻ ഡ്രോയിങ് ആണ്. ഈ ഒരു ഡ്രോയിങ് എടുത്തു നോക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു പ്ലാൻ ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഈ ഡോട്ടഡ് ലൈൻസ് എന്ന് പറയുന്നത് സൺഷെയ്ഡ് ആണ്. ഈ ബിൽഡിങ്ങിന് പ്ലിന്ത് കൊടുത്തിട്ടില്ല. അപ്പം ഇതിന്റെ ഏരിയ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഏരിയ എടുത്ത് കാണിക്കുകയാണ്. ജസ്റ്റ് ഞാൻ ഈ പറയുന്ന വോളിന് എറൗണ്ട് ആയിട്ടുള്ള പോർഷൻസ് ആണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നത്. വോളിന് എറൗണ്ട്, സൺഷെയ്ഡിന് എറൗണ്ട് ആയിട്ടുള്ള പോർഷൻസ് അല്ല, വോളിന് എറൗണ്ട് ആയിട്ടുള്ള പോർഷൻസ് ആണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ സ്റ്റെപ്പ് എടുത്തിട്ടില്ല. എനിക്ക് അവിടെ ഏരിയ വന്നിരിക്കുന്നത് 127 എന്നാണ് എനിക്കിവിടെ ഏരിയ വന്നിരിക്കുന്നത്. 127 സംതിങ് ഉണ്ടായിരുന്നു. എൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബിൽഡപ്പ് ഏരിയ 127 ആണ്. ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 121.49 എന്ന് കിട്ടും. സോ ഇതാണ് ബിൽഡപ്പ് ഏരിയ എന്ന് പറയുന്നത്. സൺഷെയ്ഡിന് എറൗണ്ട് അല്ല, ഇവിടെ എനിക്ക് പ്ലിന്ത് ഇല്ല, വോൾ ആണുള്ളത്. വോളിന് എറൗണ്ട് ആയിട്ടുള്ള ഏരിയ ആണ് ബിൽഡപ്പ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിൽഡപ്പ് ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തതല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് ഞാനിവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്നത് പ്ലിന്ത് ആൻഡ് കാർ പോർച്ച് ആണ്. അതായത് നമ്മളെ ബിൽഡിങ്ങിന് പ്ലിന്തും കാർ പോർച്ചും ഉണ്ടെങ്കിൽ അതിന്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കും. അതാണ് ഇവിടെ പ്ലിന്ത് ആൻഡ് കാർ പോർച്ച് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ മറ്റൊരു പ്ലാൻ അല്ല, ഇതേ സെയിം പ്ലാൻ തന്നെയാണ്. അതിനകത്ത് ജസ്റ്റ് ഒരു പ്ലിന്തും വരച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കാർ പോർച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇനി ഞാൻ ഇതിന്റെ ബിൽഡപ്പ് ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വോളിന്, അതായത് നേരത്തെ ഞാൻ എടുത്ത ഈ പോയിന്റിൽ നിന്നല്ല, ജസ്റ്റ് മാക്സിമം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന സൺഷെയ്ഡ് അല്ലാതെയുള്ള പോയിന്റിൽ നിന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഈ പ്ലിന്തിന് അറൗണ്ട് ആയിട്ടുള്ള ഏരിയ ഇവിടെ എടുത്തു വരികയാണ്. എടുത്തു വരുന്ന സമയത്ത് എനിക്കൊരു കാർ പോർച്ച് ഉണ്ടെങ്കിൽ ഞാൻ കാർ പോർച്ചിന്റെ ഏരിയയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ബിൽഡപ്പ് ഏരിയ എടുക്കേണ്ടത്. ഞാൻ കാർ പോർച്ചിന്റെ ഏരിയ കൂടി ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റെപ്പ് കൺസിഡർ ചെയ്തിട്ടില്ല, ഞാൻ കാർ പോർച്ചിന്റെ ഏരിയ കൂടി കൺസിഡർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഏരിയ 150 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. ഓക്കെ, എൻ്റെ ഏരിയ ഇവിടെ വന്നത് 150 പോയിന്റ് സംതിങ് ആണ്. നേരത്തെ വന്ന 127 അല്ല, 150 ആണ്. ഈ കാർ പോർച്ചും അതുപോലെ തന്നെ പ്ലിന്തും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അതാണ് നമ്മളിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോയിന്റ്, പ്ലിന്തും കാർ പോർച്ചും. നമ്മൾ ഈ പറയുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സ്ക്വയർ ഫീറ്റിന് 2000 രൂപ, സ്ക്വയർ ഫീറ്റിന് 1500 രൂപ എന്നൊക്കെ പറയുമായിരുന്നു. അതായത് എത്ര ഏരിയക്കാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് പറയുന്നത്, അതുപോലെ തന്നെ ഗവൺമെന്റിന് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അതല്ലാതെ തന്നെ ഒരു ക്ലയന്റ് നമ്മളെടുത്ത് വന്ന് ഇത്ര സ്ക്വയർ ഫീറ്റിന്റെ വീട് വേണം എന്നൊക്കെ പറയുന്നത്, ഈ പറയുന്ന എല്ലാം തന്നെ ബിൽഡപ്പ് ഏരിയ ആണ്. ആ ബിൽഡപ്പ് ഏരിയയിൽ പ്ലിന്തും കാർ പോർച്ചും ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഏരിയ എടുക്കേണ്ടത്. അടുത്തതായി വരുന്ന പോയിന്റ് ആണ് ടവർ ആൻഡ് ഡോംസ് എന്ന് പറയും. ടവറും ഡോംസും. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്ലിന്തിന്റെ ഒരു പിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കാണുന്നതാണ് പ്ലിന്ത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കേസ് തന്നെയാണ്.
ഓക്കെ, രണ്ടാമതായിട്ടുള്ള പോയിന്റ് ആണ് ടവർ ആൻഡ് ഡോംസ് എന്ന് പറയും. അതായത് നമ്മൾ വരയ്ക്കുന്ന വീടിനോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിന്റെ ഫ്രണ്ടിൽ ഇതേ കാണുന്ന കണക്ക് നമ്മൾ ജസ്റ്റ് മോസ്കിലൊക്കെ കൊടുക്കുന്ന കണക്ക് ഒരു ടവറോ അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ഡോംസോ, ചില വീടുകളിലൊക്കെ ആർക്കിടെക്ചറൽ അപ്പിയറൻസിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ടവറുകളും ഡോംസും ഒക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടവറിന്റെയും അതുപോലെ തന്നെ റൂഫിൽ കൊടുത്തിരിക്കുന്ന ഡോമിന്റെയും ഏരിയ സെപ്പറേറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് എനിക്കൊരു ടവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊരു സർക്കിൾ എടുത്ത് എനിക്ക് ഇവിടെ ഈ പാർട്ടിലായിട്ട് ടവർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ മറ്റു സൈഡിലും എനിക്ക് ഇവിടെ ഒരു ടവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ രണ്ട് ടവറിനെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ കവർ ചെയ്തിട്ടായിരിക്കണം ഏരിയ എടുക്കേണ്ടത്. അല്ലാതാണ്ട് എനിക്ക് അവിടെ ആവശ്യമില്ല, ഈ പറഞ്ഞ ടവർ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഏരിയ എടുക്കാതിരിക്കാൻ കഴിയത്തില്ല. എനിക്ക് ഇവിടെ ഒരു ടവർ ഉണ്ടെങ്കിൽ ആ ടവർ കൺസിഡർ ചെയ്ത് ടവറിന് അറൗണ്ട് ആയിട്ടുള്ള ഏരിയ ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ റൂഫിൽ ഡോം ഉണ്ടെങ്കിൽ റൂഫിന് മുകളിലോട്ടുള്ള റൂഫിന്റെ ഏരിയ നമ്മൾ ബിൽറ്റപ്പ് ഏരിയയിൽ കൊടുക്കേണ്ട. റൂഫിൽ ഒരു ഡോം ഉണ്ടെങ്കിൽ റൂഫിന്റെ ഏരിയ കൂടി, അതായത് ഈ ഡോമിന്റെ ഏരിയ കൂടി നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത്, അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്ലിന്ത് ആൻഡ് കാർ പോർച്ച് കഴിഞ്ഞു, ടവർ ആൻഡ് ഡോംസ് കഴിഞ്ഞു. അടുത്തായിട്ട് വരുന്നതാണ് ഗാലറീസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് വരുന്ന സാധനമാണ് ഗാലറീസ്. ഈ പിക്കിൽ കാണുന്നതാണ് ഗാലറീസ് എന്ന് പറയുന്നത്. ഗാലറി എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇന്റർമീഡിയറ്റ് ഫ്ലോർ എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. അത് ഗാലറി എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ഫ്ലോർ ആണ്. അപ്പൊ ഇതാണ് ഇന്റർമീഡിയറ്റ് ഫ്ലോർ ആണ് ഗാലറി എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾക്ക് ധാരാളം സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ആക്സിസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പറയുന്നത് നമ്മളൊരു ലെങ്തിൽ ത്രൂ ഔട്ട് ആയിട്ട് കാണും. ഞാനിപ്പോൾ ഈ പറഞ്ഞ 4 പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാലറിയും അതുപോലെ തന്നെ മറ്റു ചില സാധനങ്ങളുമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ഗാലറി എന്ന് പറഞ്ഞാൽ ഈ 4 പോയിന്റ് ശ്രദ്ധിക്കുക, അതൊരു ഇന്റർമീഡിയറ്റ് ഫ്ലോർ ആണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഈ മൗസ് കൊണ്ട് കാണിക്കുന്ന പോലെ ഇവിടെ മുതൽ മോള് മുതൽ ഒരു ഫ്ലോർ ആണ്. അതിന്റെ ഇടയിൽ കാണുന്ന ഫ്ലോർ ഇന്റർമീഡിയറ്റ് ഫ്ലോർ ആണ് ഗാലറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗാലറിയിലേക്ക് കയറാൻ വേണ്ടി നമുക്കൊരു സെപ്പറേറ്റ് ആക്സിസ് ആയിരിക്കും. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഏണി വെച്ചിട്ടല്ല നമ്മൾ ഗാലറിയിൽ കയറുന്നത്. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ലെങ്തിൽ കണ്ടിന്യൂസ് ആയിട്ട്, ഒരു ലെങ്തിൽ ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾക്ക് ഗാലറി കാണാൻ സാധിക്കും. ഓക്കെ, ഈ പറയുന്ന ഗാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറും ഇടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു ഫ്ലോർ ഉണ്ടെങ്കിൽ അത് ഗാലറി ആണെങ്കിൽ അതിന്റെ ഏരിയ കൂടി ബിൽറ്റപ്പ് ഏരിയയിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അടുത്തതായിട്ട് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ മെസറൈൻ ഫ്ലോർ ആണ്. ഈ ഗാലറിയും മെസറൈൻ ഫ്ലോറും തമ്മിൽ ഒരിക്കലും മാറിപ്പോകരുത്. അടുത്തായിട്ട് വരുന്ന മെസറൈൻ ഫ്ലോർ. മെസറൈൻ ഫ്ലോർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് പഴയ ഗാലറി ഓർമ്മ വരും. പക്ഷേ മെസറൈൻ ഫ്ലോർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ഇന്റർമീഡിയറ്റ് ഫ്ലോർ ആണ്. ഈ പറയുന്ന വുഡൻ ഫ്ലോറും അതുപോലെ തന്നെ മുകളിലത്തെ റൂഫും തമ്മിലിടയിൽ വരുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഫ്ലോർ ആണ് മെസറൈൻ ഫ്ലോർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ലെങ്തിൽ ത്രൂ ഔട്ട് ആയിട്ട് കാണണമെന്ന് നിർബന്ധമില്ല. ഇവിടുത്തെ ഞാൻ ഇട്ടിരിക്കുന്ന പിക്കിൽ ഈ ഒരു വിഡ്ത് വൈസ് ത്രൂ ഔട്ട് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ത്രൂ ഔട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കാണത്തില്ല. ഇവിടെ ഒരു സ്റ്റെയർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആക്സിസ് അല്ല. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ വുഡ് ഇട്ടിരിക്കുന്ന ഈ ഫ്ലോറിൽ നിന്ന് ജസ്റ്റ് ഒരു ലാഡർ കൊടുത്തിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, ഗാലറി എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫ്ലോർ ആണ്. അതിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്, സെപ്പറേറ്റ് ആക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ ലെങ്തിൽ ത്രൂ ഔട്ട് മസ്റ്റ് ആണ്. മെസറൈൻ ഫ്ലോർ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഇന്റർമീഡിയറ്റ് ഫ്ലോർ ആണെങ്കിലും ലെങ്തിൽ ത്രൂ ഔട്ട് മസ്റ്റ് അല്ല. ഈ പറയുന്ന കണക്ക് സെപ്പറേറ്റ് ആക്സിസോ സീറ്റിംഗ് അറേഞ്ച്മെന്റോ നിർബന്ധമായും കൊടുക്കണമെന്ന് പറയുന്നില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇപ്പം നിങ്ങൾക്കൊരു ഗാലറിയും മെസറൈൻ ഫ്ലോറും നമ്മളെ വീട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മെസറൈൻ ഫ്ലോറിന്റെ ഏരിയ കൂടി നമ്മൾ ബിൽറ്റപ്പ് ഏരിയയിൽ കൺസിഡർ ചെയ്യണം. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ബർസാത്തി എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ബർസാത്തി എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിലൊന്നും അധികം കാണുന്ന സാധനമല്ല. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ മുംബൈ പോലുള്ള സ്ഥലങ്ങൾ, മുംബൈ അതുപോലെ തന്നെ ബാംഗ്ലൂർ ഒക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബർസാത്തി എന്ന് പറയുന്ന സ്ട്രക്ചർ ഒരുപാട് നമ്മൾ കാണും. കൂടുതലായിട്ടും മഹാരാഷ്ട്ര, മുംബൈയിലൊക്കെയാണ് കാണുന്നത്. കാരണം അത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ സ്ഥലങ്ങളിൽ അതുപോലെ മെട്രോപൊളിറ്റൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ബർസാത്തീസ് കാണുന്നത്. ഈ ബർസാത്തി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം, ഒരു ഹാബിച്വൽ റൂമാണ്. അതായത് ഒരു റൂമിനകത്ത് ഒരാൾക്ക് താമസിക്കാൻ ആവശ്യമുള്ള ഫെസിലിറ്റീസ്, കിച്ചണും ടോയ്ലറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ റെന്റ് ഔട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള റൂംസുകൾ ഈ മുംബൈയിലൊക്കെ മിക്ക വീടുകളുടെയും മുകളിൽ ഒരു റൂമായിട്ട് ഇതേ കണക്ക് റെന്റിന് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ബർസാത്തി എന്ന് പറയുന്നത്. ബർസാത്തി എന്ന് പറയുന്ന ഹാബിച്വൽ റൂമാണ്. അതിൽ മിക്കവാറും കിച്ചൺ അല്ലെങ്കിൽ ടോയ്ലറ്റ് കാണുകയോ കാണാതിരുന്നാലും ശരി ഇതേ കണക്ക് റെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്
ടെറസിൽ നമ്മൾ പണിഞ്ഞു കൊടുക്കുന്ന റൂം, അതായത് സ്റ്റെയർ റൂം അല്ല, നമ്മൾ പഠിക്കുന്ന സ്റ്റെയർ റൂം അല്ല, അതല്ലാതെ റെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പണിഞ്ഞു കൊടുക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഈ ബർസാത്തി എന്ന് പറയുന്നത്. നമ്മളൊരു വീട്ടിൽ ബർസാത്തി പണിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, ബർസാത്തി ടെറസിലാണ് എങ്കിൽ പോലും, നമ്മൾ നേരത്തെ ഡോമിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ ഈ ബർസാത്തിയുടെ ഏരിയയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. ടാക്സബിൾ ഏരിയയിൽ തന്നെയാണ് ഈ ബർസാത്തിയും വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് മംതി എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഈ പേര് കേൾക്കുമ്പോഴത്തേക്ക് പുതിയൊരു ടേം പോലെ തോന്നുന്നു എങ്കിലും മംതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു വരുന്ന ഈ സ്റ്റെയർ റൂം എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ കറക്റ്റ് വേർഡാണ് ഈ പറയുന്ന മംതി എന്ന് പറയുന്നത്. ആക്ച്വലി സ്റ്റെയർ റൂം അല്ലെങ്കിൽ സ്റ്റെയർ കവർ എന്നൊക്കെ പറയുന്ന സ്ട്രക്ചറാണ് മംതി എന്ന് പറയുന്നത്. നമ്മളെ വീട്ടിൽ ഒരു സ്റ്റെയർ റൂം ഉണ്ടെങ്കിൽ ആ സ്റ്റെയർ റൂമിന്റെയും ഏരിയ നമ്മൾ ബിൽറ്റപ്പ് ഏരിയയിൽ കാൽക്കുലേറ്റ് ചെയ്യുകയും അതിന്റെ ഏരിയയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് പെന്റ് ഹൗസ് എന്ന് പറയുന്നത്. പെന്റ് ഹൗസ് എന്ന് പറയും. പെന്റ് ഹൗസ് എന്ന് പറയുന്ന സ്ട്രക്ചറും ബിൽറ്റപ്പ് ഏരിയയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പെന്റ് ഹൗസ് നമ്മളെ കേരളത്തിലൊന്നും അധികം കുറവാണ്. പക്ഷെ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റുകളുടെയൊക്കെ മുകളിൽ ഇതുപോലെ ഒരു ചെറിയ സ്ട്രക്ചർ കാണും. അതായത് ഒരു ലക്ഷൂറിയസ് അപ്പാർട്ട്മെന്റ് മുകളിൽ കൊണ്ടുപോയി നമ്മളൊരു ഒരു ബിൽഡിംഗ്, അതായത് റൂം അല്ല, ഒരു ചെറിയ വീട്, റെസിഡൻഷ്യൽ ബിൽഡിംഗ് പോലെ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് പണിയുന്ന ഒരു ലക്ഷൂറിയസ് അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെന്റ് ഹൗസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചില വലിയ ഫ്ലാറ്റ്, അപ്പാർട്ട്മെന്റ്, കൊമേഴ്ഷ്യൽ സ്പേസിന്റെ ഒക്കെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയി ചെറിയ നല്ല വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചില സ്ട്രക്ചേഴ്സ് ഒക്കെ പണിയാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പണിയുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ പെന്റ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ താഴത്തെ ഏരിയയും അതുപോലെ തന്നെ മുകളിലത്തെ ഏരിയയും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഏരിയ എടുക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് വരുന്ന ടേമാണ് ടെർനെറ്റ്സ് എന്ന് പറയുന്നത്. ടെർനെറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ അധികം കൺസ്ട്രക്ഷൻ കുറവായിട്ടുള്ള കാര്യമാണ്. പണ്ട് നമ്മൾ സോൾജേഴ്സ് ഒക്കെ ഹൈഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരുതരം സ്ട്രക്ചേഴ്സിനാണ് ഈ ടെർനെറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ചില ആർക്കിടെക്ചർ അപ്പിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന കണക്കുള്ള ഒരു കെർവ്ഡ് റൂംസുകൾ പണിഞ്ഞു വെക്കാറുണ്ട്. അതായത് ഒരു കെർവ്ഡ് ആയിട്ടുള്ള റൂമുകൾ, ഒരു വെർട്ടിക്കൽ സ്ട്രക്ചറിനകത്ത് കെർവ്ഡ് ആയിട്ടുള്ള ചില റൂംസുകൾ പണിഞ്ഞു വെക്കാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ടെർനെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ബിൽറ്റപ്പ് ഏരിയ എടുക്കേണ്ടത്. അതല്ലാതാണ് വെറുതെ വന്ന് ജസ്റ്റ് ഒരു റൂമിന് ചുറ്റും അല്ലെങ്കിൽ ബിൽഡിങ്ങിന് ചുറ്റും എടുത്തു കഴിഞ്ഞാൽ ബിൽറ്റപ്പ് ഏരിയ കവറായി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഈ പറയുന്ന എന്തെങ്കിലും അഡീഷണൽ സ്ട്രക്ചർ നമ്മൾ പണിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യുമ്പോൾ മാത്രമേ ബിൽറ്റപ്പ് ഏരിയ എന്ന് പറയുന്നത് ഫിനിഷ് ആകത്തുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലോർ ഏരിയ ആണ്. ഫ്ലോർ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ബിൽറ്റപ്പ് ഏരിയയിൽ നിന്നും ചില പാർട്സ് എക്സ്ക്ലൂഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഫ്ലോർ ഏരിയ കിട്ടുന്നത്. അതായത് ഞാനിപ്പോൾ ഡ്രോയിങ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എറൗണ്ട് ആയിട്ട്, ഇപ്പം ഈ ഒരു ഡ്രോയിങ്ങിന്റെ എറൗണ്ട് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഈ പോർച്ചും പ്ലിന്തും എല്ലാം എടുത്ത് നമ്മളൊരു ബിൽറ്റപ്പ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ആ ബിൽറ്റപ്പ് ഏരിയയിൽ നിന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ചില സാധനങ്ങൾ ഡിഡക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫ്ലോർ ഏരിയ കിട്ടും. ദയവ് ചെയ്ത് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് വോൾസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. അതായത് നമ്മൾ ടൈലിടുന്ന വോൾസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഫ്ലോർ ഏരിയ എന്ന് ദയവ് ചെയ്ത് ആരും വിചാരിക്കരുത്. കാരണം അങ്ങനെയാണ് പലപ്പോഴും ഇപ്പോഴും പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഫ്ലോർ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ബിൽറ്റപ്പ് ഏരിയയിൽ നിന്ന് ടവർ, ഡോംസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ടവറുകളും അതുപോലെ തന്നെ ഡോംസുകളും വരികയാണെന്നുണ്ടെങ്കിൽ ഈ ടവറുകളും ഡോംസുകളും നമ്മൾ ബിൽറ്റപ്പ് ഏരിയയിൽ നിന്ന് കുറയ്ക്കും. ഫ്ലോർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ബിൽറ്റപ്പ് ഏരിയയിൽ നിന്ന് ഈ ടവറുകൾ കുറയ്ക്കും, അതുപോലെ തന്നെ ഡോംസ് കുറയ്ക്കും. അതുപോലെ 50% ഓഫ് ദി വരാന്ത ആൻഡ് ബാൽക്കണി, ഒരു വരാന്തയോ ബാൽക്കണിയോ ഉണ്ടെങ്കിൽ അതിന്റെ 50%ഉം നമ്മൾ ഡിഡക്ട് ചെയ്ത് കളയും. അതായത് ഇപ്പൊ ഞാൻ ഈ പ്ലാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇതാണ് എൻ്റെ പ്ലാൻ. ഈ പ്ലാനകത്ത് ജസ്റ്റ് ഇതിന്റെ 50% സിറ്റ് ഔട്ടിന്റെ 50% ഏരിയ മാത്രമേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇതിന്റെ ഇവിടെ ഒരു റെക്ടാങ്കിൾ ഞാൻ എടുത്തു. ഓക്കെ, ഈ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ സിറ്റ് ഔട്ടിന്റെ ഏരിയ ആണ്. ഇത് എൻ്റെ സിറ്റ് ഔട്ടിന്റെ ഏരിയ ആണെന്ന്. ഓക്കെ, ഈ സിറ്റ് ഔട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഓട്ടോകാഡ് വഴി ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഏകദേശം വരുന്നത് ജസ്റ്റ് 12.85 ആണ് ഇതിന്റെ ഏരിയ എനിക്ക് കിട്ടിയത്. ആക്ച്വലി ഇതിന്റെ 50% ഏരിയ മാത്രമേ എനിക്ക് ഫ്ലോർ ഏരിയയിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഞാൻ ഫ്ലോർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ 50% ഏരിയ മാത്രം എടുത്താൽ മതി. ബിൽറ്റപ്പ് ഏരിയയിൽ നിന്ന്
50% ഓഫ് ദ ഏരിയ നമുക്ക് ഡിഡക്ട് ചെയ്ത് കളയാൻ പറ്റും. ഇപ്പൊ എനിക്ക് ആക്ച്വലി 6.42 ആണ് ഇതിന്റെ ഫ്ലോർ ഏരിയ ആയിട്ട് വരുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിന്റെ മാത്രം പറഞ്ഞാൽ ബിൽറ്റപ്പ് ഏരിയ 12 സംതിങ് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്ലോർ ഏരിയ 6.42 സംതിങ് ആണ് നമ്മൾക്ക് വാല്യൂ ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മളെ ബിൽറ്റപ്പ് ഏരിയയും ഫ്ലോർ ഏരിയയും തമ്മിൽ ഈ ഒരു പോയിന്റിന്റെ വ്യത്യാസം. വരാന്തയാണെങ്കിലും ബാൽക്കണി ആണെങ്കിലും അതിന്റെ 50% ഏരിയ എടുത്തിരുന്നാൽ മതി. അതായത് ബാക്കി 50% നമ്മൾക്ക് ബിൽറ്റപ്പ് ഏരിയയിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഡോംസും ടവേഴ്സും ഫുൾ 100% ഏരിയ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഓപ്പൺ പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ അതിന്റെ ഏരിയ നമുക്ക് ഡിഡക്ട് ചെയ്ത് കളയാൻ പറ്റും. ഓപ്പൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ നമുക്ക് ഡിഡക്ട് ചെയ്ത് കളയാൻ പറ്റും. ഓപ്പൺ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏത് വരും? ജസ്റ്റ് ഈ പറയുന്ന മെസനൈൻ ഫ്ലോർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഗാലറി നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പൺ പ്ലാറ്റ്ഫോമിനകത്ത് മെസനൈൻ ഫ്ലോർ വരും, ഒരു കാരണവശാലും ഗാലറി വരില്ല. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ കാർ പോർച്ചിന്റെ ഏരിയ നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാർ പോർച്ച് ഉണ്ടെങ്കിൽ, ഈ ഒരു കാർ പോർച്ച് എനിക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു കാർ പോർച്ചിന്റെ ഏരിയ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലോർ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഫ്ലോർ ഏരിയയിൽ പ്ലിന്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പ്ലിന്ത് നമ്മൾക്ക് എക്സ്ക്ലൂഡ് ചെയ്യണം, ബിൽറ്റപ്പ് ഏരിയയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ നോട്ട് എക്സീഡിങ് 5 സെന്റിമീറ്റർ. നമ്മുടെ പ്ലിന്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ വരെയുള്ള പ്ലിന്ത് ആണെങ്കിൽ അത് നമ്മൾക്ക് ബിൽറ്റപ്പ് ഏരിയയിൽ നിന്ന് ഫ്ലോർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറയ്ക്കാൻ സാധിക്കും. ഈ ഒരു ഡ്രോയിങ്ങിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന പ്ലിന്ത് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്ലിന്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ഈ 5 സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഫ്ലോർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ പ്ലിന്ത് നെഗ്ലക്ട് ചെയ്തിട്ടാണ് ഫ്ലോർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എനിക്ക് ആ ഫ്ലോർ ഏരിയയിൽ ഈ പറയുന്ന പ്ലിന്ത് ഓഫ്സെറ്റ് ഡിഡക്ട് ചെയ്ത് കളയാൻ അവിടെ സാധിക്കുന്നതാണ്. പക്ഷേ എൻ്റെ പ്ലിന്ത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ അല്ല, 10 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 6 സെന്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് ഈ പ്ലിന്ത് പ്രൊജക്ഷൻ ഡിഡക്ഷനിൽ നിന്ന്, അതായത് ഫ്ലോർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് റെഡ്യൂസ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. ഞാൻ ഫ്ലോർ ഏരിയ ഈ പറയുന്ന പ്ലിന്തും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. 5 സെന്റിമീറ്റർ വരെയുള്ള പ്ലിന്ത് പ്രൊജക്ഷൻ മാത്രമാണ് എനിക്ക് ഈ പറയുന്ന ഫ്ലോർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഡക്ട് ചെയ്ത് കളയാനുള്ള അവകാശമുള്ളത്. ഒരുപക്ഷെ എൻ്റെ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്, പ്ലിന്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററിൽ കൂടുതലാണെങ്കിൽ എനിക്ക് ഫ്ലോർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡിഡക്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കവറേജ് ഏരിയ ആണ്. കവറേജ് ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ കവറേജ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ആണ് കവറേജ് ഏരിയ എന്ന് പറയുന്നത്. ആക്ച്വലി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫുട് പ്രിന്റ് ഓഫ് എ ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ബിൽഡിങ്ങിന്റെ ഫുട് പ്രിന്റ്. നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ റൈസ് ചെയ്ത് കയ്യിൽ ഉയർത്തി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉയർത്തി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫുട് പ്രിന്റ് താഴെ നമ്മൾക്ക് കാണാൻ പറ്റും. ആ ഫുട് പ്രിന്റിനെയാണ് നമ്മൾ ഈ പറയുന്ന കവറേജ് ഏരിയ എന്ന് പറയുന്നത്. ആ ഒരു ഫുട് പ്രിന്റിനെയാണ് കവറേജ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഒരു ബിൽഡിങ്ങിന്റെ ഫുട് പ്രിന്റ് ആണ് കവറേജ് ഏരിയ എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് അത് പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത് എന്ന് കൺസിഡർ ചെയ്യുക. ഇതിന്റെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ പോർഷൻ ആണ് ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിന്റെ പോർഷൻ ആണ് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ ഒരു ഹൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 300 ആണ്. 300 സെന്റിമീറ്റർ ആണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഹൈറ്റ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിന്റെ പോർഷൻ, അതായത് നമ്മളെ തറയിൽ അടിക്കുന്ന, അതായത് നമ്മൾ ഈ പറയുന്ന ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് തറയിൽ ഒരു മുകളിൽ നിന്നൊരു ലൈറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾക്ക് കാണാൻ പറ്റാതെ വരുന്ന ഒരു കറക്റ്റ് എക്സാക്ട് പോർഷൻ ഉണ്ട്. ആ എക്സാക്ട് പോർഷൻ ആണ് നമ്മൾ ഈ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ തറയിലോട്ട് വരുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്, ഗ്രൗണ്ടിലോട്ട് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ എന്ന് ജസ്റ്റ് ഡയറക്റ്റ് പറയാനായിട്ട് പറ്റും. മിക്ക ആൾക്കാരും ഇതുപോലെ തന്നെയാണ് ഇത് പഠിക്കുന്നതും. അതുപോലെ തന്നെയാണ് ഇതാണ് ആക്ച്വലി ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്നാണ് പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഒരിക്കലും ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ അല്ല, ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ മാത്രമല്ല കവറേജ് ഏരിയ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ആകാം, സെക്കൻഡ് ഫ്ലോർ ആകാം, മറ്റെന്തെങ്കിലും ആകാം. ഇതെല്ലാതിൻ്റെയും കോമ്പിനേഷൻ ആവാനും ചാൻസ് ഉണ്ട്.
അതായത് ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഡ്രോയിങ്ങിൽ ഏറ്റവും കൂടുതൽ ഫുട് പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. മിക്ക വീടുകൾക്കും ഈ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ആയിരിക്കും അതിന്റെ ഫുട് പ്രിന്റ് ആയിട്ട് വരുന്നത്. പക്ഷെ ചില വീടുകൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിന് പകരമായിട്ട് ഫസ്റ്റ് ഫ്ലോറിലായിരിക്കാം ഏറ്റവും കൂടുതൽ ഏരിയ വരുന്നത്. ചിലപ്പോൾ തേർഡ് ഫ്ലോറിൽ ഈ പറയുന്ന 2 ഫ്ലോറിനേക്കാൾ കുറവായിരിക്കും ഏരിയ ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ലൈൻ എടുത്തു. ഞാൻ ജസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഇതിന് ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോർഷൻ, ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഈ കോർണറാണ്. അതുപോലെ തന്നെ ഈ കോർണറിന് ശേഷവും പ്രൊജക്ട് ചെയ്തൊരു കാർ പോർഷൻ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിന്റെ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ആക്ച്വലി ഈ ഒരു പ്ലാനകത്ത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് ഇതിന്റെ കവറേജ് ഏരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് അഡീഷണൽ വരയ്ക്കുകയാണ്. ഞാൻ ഇതിന്റെ ഒരു തേർഡ് ഫ്ലോർ പോലെ സെക്കൻഡ് ഫ്ലോർ പോലെ, ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, ഒരു സെക്കൻഡ് ഫ്ലോർ പോലെ ഞാൻ ചെറിയൊരു പോർഷൻ ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കുറവ് ഏരിയ സെക്കൻഡ് ഫ്ലോറിൽ, അതിനുശേഷം ഫസ്റ്റ് ഫ്ലോറിൽ, അതിനുശേഷം ഏറ്റവും കൂടിയ ഏരിയ ഗ്രൗണ്ട് ഫ്ലോറിൽ. മിക്ക ആൾക്കാരും ഈ ഗ്രൗണ്ട് ഫ്ലോർ ആണ് കവറേജ് ഏരിയ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാറുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഏരിയ വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഏരിയ ഗ്രൗണ്ട് ഫ്ലോറിലെ ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഏരിയ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിനേക്കാൾ കൂടുതൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഈ ഒരു സാധനം കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കുകയാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ ഒരു 3 എടുത്തും വെക്കുകയാണ്. ഞാൻ ഈ W2 ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 15 ആണെന്ന് വിചാരിക്കുക. ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ 15, ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ 16, പറയുന്ന തേർഡ് ഫ്ലോറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു 6 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. 6, 16, 15. ഇതിലൊരിക്കലും ഫസ്റ്റ് ഫ്ലോർ ആണ് കവറേജ് ഏരിയ, ഏറ്റവും കൂടുതൽ ഏരിയ വരുന്നത് ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോർ ആണ് കവറേജ് ഏരിയ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ജസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ച കണക്ക് തന്നെ കൺസ്ട്രക്ഷൻ ലൈൻ എടുത്തൊന്ന് ഡ്രോ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് ഈ കോർണറാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ സൈഡിൽ ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് ഈ കോർണറാണ്. സോ അപ്പം ഈ പറയുന്ന 2 പോയിന്റുകൾ തമ്മിൽ വരുന്ന ഒരു ഏരിയ, അതായത് ഇതിന്റെ ഷാഡോ താഴെ അടിക്കുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ഫുട് പ്രിന്റ് താഴെ അടിക്കുന്ന ആ ഒരു ഏരിയ ആണ് നമ്മൾ കവറേജ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ഏറ്റവും കൂടുതൽ ഏരിയ വരുന്ന ഫ്ലോർ ഏതാണോ അതിന്റെ ഏരിയ ആണ് കവറേജ് ഏരിയ എന്ന് ഒരു കാരണവശാലും നിങ്ങൾ ഒരു അസംഷനിൽ എത്തരുത്. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോർഷൻസ് എടുത്ത് നമ്മൾ അതിനൊരു ഫുട് പ്രിന്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഏരിയ ആണ് ഈ പറയുന്ന കവറേജ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മളെ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏരിയ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഏരിയ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വളരെ ബേസിക് ആയിട്ട് ഏതൊരു എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ പറയുന്ന ഏരിയ സ്റ്റേറ്റ്മെന്റ്. ഈ 3 ഏരിയാസ് മാത്രമാണ് നമ്മൾ ഡെയിലി ഡീൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്.